ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ആ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പ്രൊമോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വിവാഹ പുടവയുമായിട്ടാണ് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയണ, മോളെ നീ എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? ദേ നിനക്ക് കൊടുക്കാനുള്ള മന്ത്രകോടിയായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. മോൾ ഇതിങ്ങനെ ഉടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മന്ത്രകോടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആ മന്ത്രകോടി കാലിൽ തൊട്ടതിന് ശേഷം അങ്ങ് വാങ്ങിച്ച മന്ത്രകോടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ ഭാവാഭിനയം അങ്ങോട്ട് ഇറക്കുകയാണ്. ശ്രുതി നമ്മുടെ ചന്ദ്രമതിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതിയെ മുത്തമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിലുണ്ടല്ലോ അതിലങ്ങ് വീണു പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീര ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു മോളെ ശ്രുതി, നിന്നെ സമ്മതിക്കണം. ഇത്രയും ടെൻഷൻ പിടിച്ചിരുന്നിട്ടും നീ നിൻ്റെ ഭാവാഭിനയം തുടർന്നല്ലോ, നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ മീര. അത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതി മാറി നിന്നിട്ട് നമ്മുടെ സച്ചിയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ സച്ചി ചോദിക്കണം, എന്താ ആ ഓടിപ്പോയോള് വന്നോ നീ എന്നെ വിളിക്കാനായിട്ട്? ആ വന്നു എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വരാം എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, അയ്യോ ഞാൻ വിളിച്ചത് ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണമല്ലേ നടക്കുന്നത്, അപ്പോൾ ചേട്ടന് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ഉടനെ സച്ചി ചോദിക്കണം, ഗിഫ്റ്റോ? അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണ്? 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിക്കളഞ്ഞവനാണ് അവൻ. എനിക്ക് കിട്ടേണ്ട 50 ലക്ഷം രൂപയാണ് അവൻ പിടിച്ചു പറിച്ചിട്ട് ഇതുവരെ എനിക്കത് തന്നിട്ടില്ല. ഇനി അവന് ഗിഫ്റ്റ് കൊടുക്കണോ? നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി. നിങ്ങൾ എന്താ മനുഷ്യയായി പറയുന്നത്? നാട്ടുകാരും ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ ചേട്ടൻ എന്ത് കൊടുത്തതെന്ന്? അപ്പോൾ എന്താ പറയുക? പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ലേ ഇവിടെ ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. നീ നിൻ്റെ പാട്ടിന് പോവണേ. ഇവിടെ വണ്ടിയുടെ ഡ്യൂ അടയ്ക്കാൻ നിവൃത്തിയില്ല, പലിശക്കാരന് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല, ആകെ മനുഷ്യൻ പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഇനി അവന് കുറേ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്, അല്ല സൂപ്പർ ഒരു എപ്പിസോഡാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് തരുന്നതിന് ഒരു പിശുക്കോ ഒന്നും വിചാരിക്കില്ല. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുമാത്രമല്ല സാന്ത്വനം പഴയ നമ്മുടെ ശിവാഞ്ജലി പ്രണയം സാന്ത്വനത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ 4 എപ്പിസോഡ് വരെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയൊന്ന് കാണുക. നല്ല അടിപൊളി എപ്പിസോഡാണ്. പഴയ എപ്പിസോഡല്ലേ, പലരും അതിൻ്റെ സ്റ്റോറിയൊക്കെ മറന്നിട്ടുണ്ടാവും. അത് ആദ്യം തൊട്ട് കാണാൻ പറ്റാത്തവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് കാണാൻ താല്പര്യമുള്ള എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഒട്ടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.